நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതോടെ എല്ലാം ശുഭം. എന്താ നീ വിചാരിച്ചത് നടക്കില്ലേ? നടക്കും, നടത്തിയിരിക്കും. എങ്കിൽ പിന്നെ വീണയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം. ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദർശന രൂപേഷൻ വരുന്നുണ്ടോ? അതറിയില്ല. അഥവാ വന്നാലും നീ അത് മാനേജ് ചെയ്തേക്കണം. എങ്ങനെയെങ്കിലും വീണയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ആര് വീഴുന്നു എന്നുള്ളതല്ല, ആര് ജയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രശ്നം. നമുക്ക് ജയിച്ചേ പറ്റൂ. പോവാം. ചേച്ചിയും കൂടെ വന്നോട്ടെ. ഏട്ടത്തി, നമുക്കൊന്ന് വിളിച്ചു നോക്കിട്ട് പോയാ പോരെ? ഏയ്, ഇനി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കങ്ങ് പോയാൽ മതി. പോലീസ് വന്ന് ഹോസ്പിറ്റലിൽ മൊഴിയെടുത്ത കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. നമ്മൾ ചെല്ലുന്ന കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്കങ്ങോട്ട് ഇറങ്ങാം. ആശുപത്രിയിലേക്ക് പോകാൻ വരട്ടെ? ആശുപത്രിയിലേക്ക് ആരും ഇപ്പൊ പോണ്ട. എന്താ കാര്യം? ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്തു. അവരിപ്പോ ഇവിടെ എത്തും. അവരെത്തി. വാ മോളെ, സൂക്ഷിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല, പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. ഇപ്പോ വേദന കുറവുണ്ടോ വീണേ? ഇപ്പൊ കുറവുണ്ട്. പോലീസ് വന്ന് മൊഴിയെടുത്തായിരുന്നോ? ബാക്കിയൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നീ ഇവിടെ തന്നെ വന്നെത്തി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ മോളെ, എന്തു പറ്റി? അവൾ നല്ലപോലെ ഭയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആരോ നന്നായിട്ട് ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്താ നടന്നത്? നീ ആരുടെ കൂടെ പോയത്? എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കണ്ട. ദേ, മോളിപ്പോ ഒന്നും പറയണ്ട, കുറച്ചേറെ ശാന്തമായിട്ടിരിക്കുക. വിഷമം ഉണ്ടെങ്കിൽ മോളിപ്പോ പറയണ്ട, പിന്നീട് പറഞ്ഞാ മതി. പറയും, സംഭവിച്ചതെല്ലാം പറയും. മയൂരിയുടെയും അച്ഛന്റെയും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ഒരു ദിവസം ഞങ്ങൾ പലയിടത്തായി കറങ്ങി കാട് കാണാൻ പോയി. കാഴ്ചകൾ കണ്ടു. അതിനിടയില്
ദൂരം പോയി കഴിഞ്ഞപ്പോ അവര് വണ്ടി ഒരിടത്ത് നിർത്തി. ഗുണ്ടകളൊക്കെ ഇറങ്ങി. പിടിച്ചിറക്കടാ രണ്ടിനെ. ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങടി. അടങ്ങി നിക്കടി. ഇങ്ങോട്ട് വാടി. നിക്കടി അവിടെ. ഇങ്ങോട്ട് വാടി. ഞങ്ങള് രണ്ട് വഴിക്കാ ഓടിയത്. ഇങ്ങോട്ട് ഓടിയതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തു ചെയ്യണമെന്ന് ഒരു രൂപവും ഇല്ലായിരുന്നു. എന്റെ ഫോൺ കാറിനരികിൽ തന്നെ വീണു പോയിരുന്നു. ഒരു ദിവസം മുഴുവൻ ഞാൻ ആ കാട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടി. ഒടുവിൽ ഏതോ മരത്തിലിടിച്ച് ഞാൻ വീണു. അത്രമാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. അയ്യോ, എത്ര സമയം അവിടെ കിടന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ബോധം വന്നപ്പോ എനിക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് അങ്ങോട്ട് പോണോ? ഇവിടെ മൊത്തം പാമ്പാ. ഇങ്ങോട്ട് വരാം.